ശ്രീ വേണു നായർ, റിട്ടയർഡ് ബ്രിഗേഡിയർ നമുക്കൊപ്പം ചേരുകയാണ്. ബ്രിഗേഡിയർ വേണു നായർ, ബ്രഹ്മോസ് ഇന്ത്യ പ്രയോഗിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വന്ന ദിവസമാണ് ഇന്ന്. പാകിസ്ഥാൻ വിറച്ചത് ബ്രഹ്മോസ് പ്രയോഗത്തിലാണോ? താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? രേണുക ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇന്നത്തെ രാജ്യരക്ഷാ മന്ത്രിയുടെ സ്ഥിരീകരണം, നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു, 15 ബ്രഹ്മോസാണ് ഉപയോഗിച്ചത് എന്ന സ്ഥിരീകരണത്തോടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ബ്രഹ്മോസാണ്. ബ്രഹ്മോസിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2005 20 വർഷം മുമ്പ് ബ്രഹ്മോസിൻ്റെ ചേട്ടനായ അഗ്നി 2 ആദ്യമായിട്ടൊരു ബ്രിഗേഡ് ആയപ്പോൾ ആ ബ്രിഗേഡിനെ കമാൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 2006 2008 ഈ കാലഘട്ടങ്ങളിൽ. അന്ന് ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും ലോങ്കസ്റ്റ് റേഞ്ച് മിസൈലായിരുന്നു അഗ്നി 2. അതിൻ്റെ റേഞ്ച് 2000 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അത് ബാലിസ്റ്റിക് മിസൈലാണ്. വേറാസ് ബ്രഹ്മോസ് ഈസ് എ ക്രൂയിസ് മിസൈൽ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയർ വിട്ടിട്ട് പിന്നെ റീ എൻ്റർ ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ടെക്നോളജി വേറെയാണ്. അത് എൻ്റെ ചൈനയുടെ പ്രദേശങ്ങളൊക്കെയാണ് അത് നോട്ടമിട്ടിരുന്നത് ആ കാലത്ത്. അപ്പോൾ ബ്രഹ്മോസിൻ്റെ എൻ്റെ അഗ്നി 2 അനുഭവങ്ങൾ ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാവുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മോസിൻ്റെ കാര്യം പറയുമ്പോൾ അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അത് പ്രൊഡക്ഷനായി, ഇപ്പോൾ ബാറ്റിൽ ടെസ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ്. ഈ ബ്രഹ്മോസ് ഫിലിപ്പീൻസ് മുതലായ രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. ഈ കരാർ ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. പോയോ എന്നുള്ള പ്രോഗ്രസ് എനിക്കറിയില്ല. ആ രീതിയിലാണ്. അതിൻ്റെ ഒന്ന് റിവൈസ് ചെയ്താൽ അതിൻ്റെ ഡേറ്റ 2.8 മാക്കാണ് ഈ ബ്രഹ്മോസിൻ്റെ സ്പീഡ്. അപ്പോൾ 290 കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ഇപ്പോഴുള്ള മാക്സിമം റേഞ്ച്. അത് ഈ ഒരു മിസൈൽ റെസ്ട്രിക്ഷൻ, അതിൻ്റെ ഒരു സ്ട്രീറ്റ് ഉള്ളതുകൊണ്ടാണ് 300 കവിഞ്ഞ് നമുക്ക് പോകാൻ പറ്റാത്തത്. പക്ഷേ ആസ് ഫാർ ആസ് പാകിസ്ഥാൻ ഈസ് കൺസേൺഡ്, ഈ ഒരു വെപ്പൺ ആണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഹൈപ്പർസോണിക് വെർഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 5 മാക്ക് ആൻഡ് എബവ് ആണ് ഹൈപ്പർസോണിക്. അതിൻ്റെ റേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നത് അബൌട്ട് 6000 കിലോമീറ്റേഴ്സ് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് അഗെയിൻ ക്രൂയിസ് മിസൈലാണ്. ബട്ട് എയർ ബ്രീതിങ് ഒരു ടെക്നോളജിയാണ് അതിനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ടത് ഇത് ഒരു തുടക്കം മാത്രമാണ്. ബ്രഹ്മോസ് ഉപയോഗിച്ചത് ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരെ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ സർഗോദയുടെ അടുത്തുള്ള ആ ഹിൽസിൻ്റെ അവിടെയൊക്കെ ഉപയോഗിച്ചുള്ള ആണെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഫ്രം ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് പാകിസ്ഥാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ സാമ്പിളാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഈ മിസൈൽ സൂപ്പർ പവർ എന്നുള്ള ഇതിലൂടെ നമ്മൾ തെളിയിച്ചത് ഈ കേപ്പബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു റീജിയണൽ സൂപ്പർ പവർ, സൗത്ത് ഏഷ്യയിൽ നമ്മളൊരു സൂപ്പർ പവർ ആയി എന്ന് നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തു. ഇതുപോലെ ബാറ്റിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ വേറെ ആരുടെ കയ്യിലുമില്ല. ഇപ്പോൾ ഫീൽഡ് ചെയ്ത് പരാജയപ്പെട്ടത് ചൈനയുടെ HQ-9 എന്നുള്ള ആ ഒരു മിസൈൽ സിസ്റ്റമാണ്. ആക്ച്വലി പേപ്പറിൽ അവർ പറയുന്നത് ഇറ്റ്സ് കമ്പയറബിൾ ടു നമ്മുടെ 400 നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ച ആ സിസ്റ്റത്തിന് ഇതാണെന്ന് പറയുന്നത്. അതിൻ്റെ കേപ്പബിലിറ്റി 200 to 300 കിലോമീറ്റർ ഡെപ്തിലുള്ള ടാർഗറ്റുകളെ അത് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു 100 ടാർഗറ്റ്സിൻ്റെ ഡേറ്റ എടുക്കാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ എൻഗേജ് സൈമിൾട്ടേനിയസ്ലി 50 ഈ ടാർഗറ്റ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് അമ്പേ പരാജയമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കേണ്ടതാണ്. നമ്മുടെ പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ മിസൈൽസും ബ്രഹ്മോസും നമ്മുടെ മുൻനിര ഫൈറ്റേഴ്സിൽ നിന്നുള്ള മിസൈൽസും എല്ലാം പോയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ ചൈനീസിൻ്റെ ആ ഒരു ഗ്യാരണ്ടി പോയി. അവരുടെ അതുപോലെ JF-17 നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ എല്ലാം സ്റ്റോക്ക് വാല്യൂ തന്നെ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഡ്രോണുകളും നമ്മുടെ ഡ്രോണിൽ നമ്പർ ഓഫ് ഡ്രോൺസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ബാറ്റിൽ ടെസ്റ്റഡ് ആയി. ഈ ഡ്രോണിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഒരു യുദ്ധം കൊണ്ട് തെളിയിച്ചത് ഇന്ത്യ ഈസ് റെഡി ഫോർ ദ മോഡേൺ
വാർഫെയർ എന്നുള്ളതാണല്ലോ. ഇപ്പം ആർമിയിൽ നിന്ന് വിട്ടിട്ട് കുറേ കാലമായ എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളും വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം നോക്കിക്കാണുന്ന ഒരാളായതുകൊണ്ട് ഈ സ്വാം ഡ്രോൺ ടെക്നോളജി മുതലായവയെ പറ്റി ആകുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ പ്രതികരിക്കാൻ പ്രാപ്തരാണെന്നുള്ള കാര്യമൊക്കെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 3 days വാർ കൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റ് അത് തെളിയിച്ചിരിക്കുകയാണ്. നാസായിലുള്ള ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യൻ വംശജർ മാത്രമല്ല, ഇവിടെയുള്ള നമ്മുടെ DRDOയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിന് എല്ലാം റെഡിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആർമി ഹെഡ് ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന 97-2000 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ AD ഡയറക്ടറേറ്റുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോഴും ഈ പ്രൊജക്ട് നമ്മുടെ ആകാശ് അന്നും ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. 2009 അവർ ശരിയാകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പോൾ വളരെ ശക്തിയായ മിസൈൽസും നമ്മുടെ പ്രതികരണ ശേഷിയുള്ള ശേഷിയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളാണ്. ഈ ഡ്രോണിൻ്റെ കാര്യം മിസ്റ്റർ ഫാബിയാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ടർക്കിയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം? ഈ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള ഒരു യുദ്ധങ്ങൾ വർഷങ്ങൾ നിറഞ്ഞതാണ്. ഏറ്റവും ലാസ്റ്റ് യുദ്ധം നടക്കുന്നത് 2023 അതിൽ നമ്മളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ടാണ് അസർബൈജാന് അർമേനിയയുടെ ഈ നഗാർനോ കരബാക്ക് എന്നുള്ള എൻക്ലേവിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ടാങ്ക്സ്, അവരുടെ ഗൺസ് എല്ലാം നശിപ്പിച്ചായിരുന്നു. അവരുടെ അത് ടർക്കിയും ഇറാനും കൊടുത്ത ഡ്രോണുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് തോറ്റ് പിൻവാങ്ങേണ്ടി വന്നത്. അവിടുത്തെ ഒരു 100,000-ഓളം അർമേനിയൻസ് ബേസിക്കലി ക്രിസ്ത്യൻസ് ആണ്. അസർബൈജാൻ അറിയാലോ മുസ്ലിമാണ്. അതുകൊണ്ടാണ് മറ്റേ ടർക്കിയുടെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ അർമേനിയയെ നമ്മളാണ് സഹായിക്കുന്നത് വെച്ചാൽ അവിടെ കൂടെ പോകുന്ന ഇക്കണോമിക് കോറിഡോറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പ്രഹരശേഷിയുള്ള ഒരു ഡ്രോൺ സിസ്റ്റമൊക്കെ വരുമ്പോൾ അതിനെ പ്രതികരിക്കാനും അതിനെ തടുക്കാനുമുള്ള കരുത്ത് നമ്മൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശക്തരാണ്, നമ്മൾ ശക്തരാണ് എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ബ്രഹ്മോസിന്റെ ഉപയോഗം നടന്നു എന്നത് ഇന്ന് പ്രതിരോധ മന്ത്രി സ്ഥിരീകരിക്കുക കൂടി ചെയ്തിരുന്നു. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ വിയറ്റ്നാം മുതൽ സൗദി അറേബ്യ വരെയുള്ള രാഷ്ട്രങ്ങൾ ഈ ക്രൂയിസ് മിസൈൽ ഉറപ്പാക്കാൻ കൂടുതൽ ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു സ്ഥിരീകരണം കൂടിയാണ് ഇന്നുണ്ടായത്. ശ്രീ AM ഷിനാസ്, ഇവിടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നു ഒരു ട്രെയിലർ മാത്രമാണ് ഇതുവരെ കണ്ടത് എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും പറയുന്നു. അപ്പോൾ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് ഇന്ത്യ ഇതിനോടകം പ്രഖ്യാപിച്ചതാണ്. അത് തുടരുമെന്ന സൂചന രാഷ്ട്രം ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയാണ്.